ഹലോ ഗായ്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 4th എപ്പിസോഡാണ് ടീച്ച് യു ലെസൺ സീരീസിൻ്റെ. കിടിലൻ എപ്പിസോഡാണ്. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ നോക്കുക. ഈ വീഡിയോയ്ക്ക് നമ്മൾ ടാർഗറ്റ് വെറും 20 ലൈക്കാണ്. സോ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോകാം. 4ാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ 3ാമത്തെ എപ്പിസോഡിനെ ആസ്പദമാക്കിയാണ്. 3ാമത്തെ എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ കണ്ടതാണ് കുറച്ച് അതോറിറ്റികൾ ഇവർക്കെതിരെ തിരിയുന്നത്. ഹാൻജിയൂൻ ഒരു സോൾജിയർ ആണെന്നും അതേപോലെ അണ്ണൻ വന്നിരിക്കുന്നത് നന്നാക്കാനൊന്നുമല്ല, രാജ്യത്തിന് ഉപദ്രവം ചെയ്യാനാണെന്നൊക്കെയാണ് യുവന്മാർ പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. എന്നിട്ട് ഇവർ ഓഫീസിലെത്തുമ്പോൾ നമ്മുടെ ബോങ് ജോ അവനൊരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. ഒരു സ്കൂളിൽ ഒരു പയ്യൻ സാറിന് ഇടിക്കുന്ന വീഡിയോ. അത് കണ്ടിട്ടാണ് ആ സ്കൂളിലായിട്ടാണ് ഇന്നത്തെ യാത്ര ഇവരുടെ. ഇത്രയും നാൾ കണ്ടപ്പോൾ അലമ്പ് സ്കൂളൊന്നുമല്ല, കാണാൻ കിടിലൻ ലുക്കുള്ളൊരു സ്കൂളിലായിട്ടാണ് ഇന്ന് അവർ ചെന്നേക്കണേ. അങ്ങനെ ഇവർ 3 പേരും സ്കൂളിൻ്റെ അകത്തേട്ട് കയറി. സ്കൂളിലെത്തിയപ്പോൾ തന്നെ നമ്മുടെ ഹാൻറിയും ആനി ചേച്ചി നേരെ പോയിട്ട് ആ പയ്യനെ ചോദ്യം ചെയ്യാണ്. പക്ഷെ അവനൊന്നും പറയാനില്ല. കാരണം പറഞ്ഞാലും നിങ്ങൾ എന്നെ വിടില്ല, എനിക്കെന്തായാലും ജയിൽ ശിക്ഷ തരുമെന്ന് എനിക്ക് അറിയാമെന്നൊക്കെയാണ് അവൻ പറയുന്നത്. ആനി ചേച്ചി കുറേ കഷ്ടപ്പെട്ടാണ് പേഷ്യൻ്റായിട്ട് ഇരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ഹാജിനണ്ണൻ വേറൊരു ടീച്ചറിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ ആ ടീച്ചർ പറയുകയാണ്, ഇടികൊണ്ട സാറ് അത്രയും നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തിനൊക്കെ എങ്ങനെ ഇടിക്കാൻ തോന്നുന്നു, അത്രയും നല്ലൊരാളെ ഇടിച്ചുകൊണ്ടാണ് പുള്ളിക്കാരിയാണ് കേസ് കൊടുക്കുന്നത് ആ ടീച്ചർ. അപ്പോൾ എങ്ങനെ തോന്നുന്നു എന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ അണ്ണനോട് പറയണ്ട മിസ്. അങ്ങനെ നമ്മുടെ ആനി ചേച്ചി ദേഷ്യപ്പെട്ട് വരുമ്പോഴാണ് ബോങ്ദേ പറയുന്നത്, അവൻ ചുമ്മാ അടിക്കാനൊരു വഴിയില്ല, അവൻ നന്നായി പഠിക്കുന്നു വെച്ചാൽ അവൻ്റെ മാർക്ക് നോക്കാൻ. എന്നിട്ട് ആനി ചേച്ചി ഒന്നും കൂടെ പോയി പറയുന്നു, നിനക്ക് നല്ല മാർക്കുണ്ടല്ലോ, എന്തായാലും നല്ല സ്കോളർഷിപ്പ് കിട്ടി വേറെ യൂണിവേഴ്സിറ്റി പഠിക്കാനുള്ള ചാൻസും കിട്ടും, അപ്പം നീ എന്തിനാ അടിച്ചതെന്ന് പറ, ഇല്ലെങ്കിൽ നിനക്കെതിരെ എന്തായാലും കേസ് എടുക്കും, അല്ലെങ്കിൽ വീട്ടിൽ പറയുമെന്ന് പറഞ്ഞു. വീട്ടിൽ പറയുമെന്ന് പറയുമ്പോൾ അവൻ വിഷമിക്കാൻ തുടങ്ങുന്നു. അപ്പം ആനി ചേച്ചി ഒരു തല്ലും വെച്ച് കൊടുത്തിട്ട് ചോദിക്കുമ്പോൾ അവൻ കറക്റ്റ് കാര്യം പറയുന്നു. കാരണം കുറച്ച് നാളുകൾ മുമ്പ് ആ സാറ് എൻ്റെ അച്ഛനും അമ്മയും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോട്ടലിൽ വരുന്നു. അതിനുശേഷം ഹോട്ടലിൽ ഒട്ടും ഓർഡറോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് ഹോട്ടലിൽ പൂട്ടേണ്ട അവസ്ഥ വരുന്നു. അതേപോലെ പ്രൈവറ്റ് ട്യൂട്ടറിനൊന്നും പറ്റാത്തതുകൊണ്ട് ഒരു ട്യൂട്ടർ ഉണ്ടായിരുന്നു. എൻ്റെ മാർക്ക് കൂടിയത് കണ്ട് ആ സാർ എങ്ങനെ മാർക്ക് കൂടിയെന്ന് വെച്ചപ്പോൾ ഞാൻ ട്യൂട്ടറിൻ്റെ പേര് പറഞ്ഞു. പിറ്റേന്ന് മുതൽ ആ ട്യൂട്ടർ എന്നെ പഠിപ്പിക്കലും നിർത്തി. അപ്പോൾ എല്ലാം കൊണ്ട് ഈ സാർ എന്തോ ബേസ് ആണെന്നാണ് ഈ പയ്യൻ പറയണത്. ഹാജിനണ്ണനാണ് ഈ സാറായിട്ട് ചുമ്മാ കല്ലും പറക്കി തമാശയും പറഞ്ഞ് നടക്കലാണ്. അവരൊരു ചില്ലായി വരണ്ട്. പക്ഷേ ഹാജിനണ്ണൻ എന്തോ മനസ്സിൽ കണ്ടൊക്കെയാണ് ചെയ്യണേന്ന് നമുക്ക് തോന്നും. സാറും എന്തൊക്കെയോ ഒളിക്കണേ പോലെ നമുക്ക് ആദ്യമേ തന്നെ ഫീൽ ചെയ്ത് വരണ്ട്. എന്നിട്ട് ആനി ചേച്ചി നേരെ പോയി ഹാജിനണ്ണനെ കാണുന്നു. ഹാജിനണ്ണനാണെങ്കിൽ ഫോണിലൊരു വീഡിയോയും കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനി ചേച്ചി വന്നിട്ട് പറയുകയാണ്, ആ പയ്യനെ പോയി ഒന്ന് ചോദ്യം ചെയ്യുക, അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ട് അത്യാവശ്യമാണെന്നൊക്കെ. പക്ഷെ ഹാജിനണ്ണൻ ഒന്നും കേൾക്കാത്ത പോലെ ഇരിക്കുന്നു. അപ്പോൾ ആനി ചേച്ചി ദേഷ്യപ്പെടുന്നു. താൻ അവർ പറയുന്ന പോലെ ശരിക്കും തൻ്റെ വൈരാഗ്യം തീർക്കാൻ വന്നേക്കണാണോ അതോ ജോലി ചെയ്യാൻ വന്നേക്കണാണോ? അപ്പോൾ ഹാജിനണ്ണൻ വിഷമത്തോടെ എന്തോ പറഞ്ഞ് പയ്യൻ നീങ്ങിപ്പോകുന്നു. അങ്ങനെ നമ്മുടെ ബോങ് ദേ പിള്ളേരുടെ ഡേറ്റ വെച്ച് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കുന്നു. എന്തോ നവോമി എന്നെന്തോ ആണ് പേര്. എന്നിട്ട് അവൻ ഒറ്റയ്ക്ക് അവിടെ കയറി ചെല്ലാൻ പോകുന്നു. അപ്പോൾ ഒരുത്തൻ അവനെ പൊക്കുന്നു. ഇവൻ പറയുന്നു പഠിക്കുക എന്നൊക്കെ പറയുമ്പോഴും അവൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആ ടൈമിൽ ഇവൻ പെട്ടു എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് നമ്മുടെ 2nd എപ്പിസോഡിലെ ഹോങ്ജു ഇല്ലേ ആ പയ്യൻ വന്നത്. നീ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ വാങ്ങി പോയെന്നും ചോദിച്ച്. അങ്ങനെ അവൻ വിശ്വസിച്ച് മറ്റവൻ കയറിപ്പോകും. അങ്ങനെ ഇവർ തമ്മിൽ പിന്നെ സംസാരിച്ചിരിക്കുന്നു. എന്നിട്ട് പിന്നെ ഒരു കിടിലൻ സീനാണ്. ആദ്യം കണ്ട മുടി കുറഞ്ഞ ഗുണ്ടയും മുടി കൂടിയ ഗുണ്ടയില്ലേ, അവന്മാർ നന്നായിട്ട് പഠിക്കാനിരിക്കുന്നു, അവന്മാർ വന്ന് സംസാരിക്കുന്നു. അങ്ങനെ ഇവർ പഠിത്തത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ അങ്ങനെ ഒരു കിടിലൻ സീൻ. കാരണം 2nd എപ്പിസോഡിൽ ഇത് ERPBയുടെ അത് വർക്കായിന്ന് കാണിക്കാൻ വേണ്ടി വെച്ചാണ് ഒരു സീൻ പോലെ. രാത്രി ഇപ്പം നമ്മുടെ ആനി ചേച്ചി ഗ്രൗണ്ടിന് ചുറ്റും കിടന്ന് ഭയങ്കര ഒച്ചയെടുത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആനി ചേച്ചിയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ആനി ചേച്ചി ചെറുതായിരുന്നപ്പോൾ കുറേ ബുള്ളികൾ ഇവിടെ കിടന്ന് ഓടിച്ച് ഇടിയൊക്കെ വെച്ച് കൊടുത്ത് നെൽത്തെട്ടി ഇതാക്കുമ്പോൾ നമ്മുടെ ഹാജിനണ്ണൻ സോൾജിയറാണ് ആ ടൈമിൽ. അപ്പോൾ ആ അണ്ണൻ വന്ന വഴിക്കാണ് ഇത് കാണുന്നത്. അങ്ങനെ ഇവളെ സഹായിക്കേണ്ട അണ്ണൻ. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ഇവൾക്ക് വിഷമം തോന്നുന്നു. കാരണം രാവിലെ ഹാജിനണ്ണനോട് അങ്ങനെ സംസാരിക്കുകയും ചെയ്തു. ആ ഒരു വിഷമത്തിലാണ് നമ്മുടെ ആനി ചേച്ചി. പിറ്റേന്ന് നമ്മുടെ ഹാജിനണ്ണൻ നേരെ പോണത് ആ സാറിൻ്റെ അടുത്തായിട്ടാണ്. എന്നിട്ട് ചോദിക്കുന്നു, ഈ നവോമി എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നവർക്ക് മാത്രമാണല്ലോ മാർക്ക് കാര്യങ്ങൾ, ഈ പയ്യൻ ആ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലല്ല പഠിക്കുന്നത്. അപ്പോൾ ശരിക്കും എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാറിന് ആ പയ്യൻ ഫസ്റ്റ് റാങ്ക് അടിക്കാൻ പാടില്ല. കാരണം ഫസ്റ്റ് റാങ്ക് ഇവൻ അടിച്ചു കഴിഞ്ഞാൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് പോകും. കാരണം ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാത്തൊരു പയ്യൻ ഫസ്റ്റ് റാങ്ക് അടിച്ചാൽ അവരുടെ എല്ലായിട്ട് പിന്നെ പിള്ളേർ പോലും കുറയുമല്ലോ. അതാണ് ഈ പുള്ളിക്ക് ഏറ്റവും വലിയ വിഷയം. നമ്മുടെ 3rd എപ്പിസോഡിൽ കണ്ട ഗുണ്ടിയില്ലായിരുന്നു ഇൻഫ്ലുവൻസർ. പുള്ളിക്കാരിയും മിഡിൽ സ്കൂളിൽ വെച്ച് ഈ പുള്ളിയുടെ അണ്ടറിലായിരുന്നു പഠിച്ചത്. ആ കൊച്ച് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവൻ കാരണമാണ് അവളും ആ സ്കൂൾ മാറേണ്ടി വന്നത്. അതേപോലെ തന്നെ ഇവൻ എക്സാം എഴുതാൻ സമ്മതിക്കില്ല ലാസ്റ്റത്തെ.
കാരണം അത് എഴുതിയാലോ റാങ്ക് വരുള്ളൂ. അതാണ് ഇവൻ പഠിക്കുന്ന പിള്ളേരെ പ്രൈവറ്റിൽ വിടാണ്ട് സമ്മതിക്കാണ്ട് തന്നെ. അപ്പോഴാണ് ഇവൻ ശരിക്കും ഒരു ചെറ്റയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം നമ്മുടെ ഹാജിരണ്ണൻ പറയുകയാണ് അവൻ എന്തായാലും ഈ വട്ടം എക്സാം എഴുതിയിരിക്കുന്നത്. കാരണം ഇവൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കേസാക്കുക, ആ പയ്യനെ എങ്ങനെയും എക്സാം എഴുതിപ്പിക്കാതിരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ERPB ആദ്യമായിട്ട് പിള്ളേരെല്ലാം ഒരു സാറിനെ പണിയാൻ പോയേക്കുവാണ്. അങ്ങനെ ആ പയ്യൻ തിരിച്ച് ക്ലാസ്സിലോട്ട് വരുമ്പോൾ പിള്ളേരൊക്കെ അത്ഭുതത്തോടെ നോക്കുകയാണ്, ഇവൻ ഇനിയും പഠിക്കാൻ വന്നേക്കണോ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു പെണ്ണിനെ പ്രത്യേകം കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആ പെണ്ണിൻ്റെ അമ്മ ഈ സാറിനോട് പറയുന്നതാണ്. കാരണം അവൾ ടോപ്പ് 10 വന്നും ഇവനെ എക്സാം എഴുതിപ്പിക്കില്ല എന്ന് പറഞ്ഞാലേ പിന്നെ എന്താ നടക്കണേന്ന്. അപ്പോൾ ഈ പുള്ളി പറയുന്നു അത് നമുക്ക് നോക്കാം, എന്തായാലും എക്സാം ആയിട്ടില്ലല്ലോ എന്ന്. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹാജിരണ്ണൻ ആനി ചേച്ചിനെ കാണാൻ പോകുന്നതാണ്. ഇവർ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒത്തുതീർപ്പാക്കി ആനി ചേച്ചിക്കാണെങ്കിൽ കരച്ചിലൊക്കെ വരുന്നുണ്ട്. കാരണം അത്ര ഇഷ്ടമുണ്ട് ഹാജിരണ്ണനോട്. ഹാജിരണ്ണന് തിരിച്ചു. അങ്ങനെ അവരൊന്ന് സീറ്റായിട്ട് സംസാരിച്ചു വരുമ്പോഴേക്കും കൊറിയൻ പോലീസ് വന്നേക്കണം. ഹാജി നിങ്ങൾക്കെതിരെ പിള്ളേർ കേസ് വന്നിട്ടുണ്ട്, ഇന്നസെൻ്റ് ആയിട്ടുള്ള പിള്ളേർ തല്ലണ്ടെന്നൊക്കെ പറയണ്ടെന്നൊക്കെ പറഞ്ഞു. ഇവർ നേരെ ചെല്ലുന്നത് നമ്മുടെ ചീഫിൻ്റെ അടുത്തായിട്ടാണ്. അങ്ങനെ നമ്മുടെ ചീഫിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. അതേപോലെ ഹാജിരണ്ണനെയും ആനി ചേച്ചീനെയും ഓരോ സെല്ലിലാക്കി കൊറിയൻ പോലീസ് അകത്തിട്ടു. എന്നിട്ട് കാണിക്കുന്നത് ആ സാറും ആ പെണ്ണിൻ്റെ അമ്മയും കൂടിയാണ് പ്ലാനിട്ട് ERPBനെ പൂട്ടിയത്. കാരണം അവർക്ക് ഒരാഴ്ച ഇവരെ പോലീസ് സ്റ്റേഷനിൽ ഇടണം, എന്നാലാണ് എക്സാംസ് നടക്കുമ്പോൾ ആ പയ്യനെ എഴുതാതിരിക്കുള്ളൂ. അത് മാത്രമല്ല അവൻ ചെയ്ത്, ആ സാറാണെങ്കിൽ പേപ്പറും കൂടെ ആ പെണ്ണിനോട് കാണാപ്പാടം പഠിച്ചോളാൻ പറഞ്ഞ് അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. കാരണം അടുത്ത ഇലക്ഷനിൽ എന്തോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്കൂളിന് എന്തോ കാര്യങ്ങളും പുള്ളിക്ക് എന്തോ കിട്ടുമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് ഈ ചെറ്റത്തറയുമാരി കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചീഫും ഹാജിരണ്ണനും ആനി ചേച്ചിയും മറ്റേ ജയിലിൻ്റെ അകത്ത്, നമ്മുടെ ജോങ്ദെ മാത്രം പുറത്ത്. അവന് പയ്യെ ട്രാൻസ്ഫർ എഴുതി കൊടുക്കുന്നു ഇവര്. അപ്പൊ ഇവന് പുറത്തേക്കാം, ഇവന് ജയിലിൽ കിടക്കേണ്ട കാര്യമില്ല. കാരണം ഒരാളെങ്കിലും പുറത്ത് വേണമല്ലോ, അതുകൊണ്ടായിരിക്കും. അങ്ങനെ ആ പയ്യൻ എല്ലാവരും കൂടെ മെന്റലി ഹറാസ് ചെയ്യാൻ നോക്കുന്നു. അതിന്റെ കൂടെ ഈ പുള്ളി ഈ സാറും കൂടെ ആ പയ്യനെ പയ്യെ കിടന്ന് കളിയാക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ എക്സാമായി. എക്സാമിന്റെ പേപ്പറിന് ടൈമിലാണ് സാർ ശ്രദ്ധിക്കണേ പുള്ളി കൊടുത്ത പേപ്പറല്ല വന്നേക്കണത്, പേപ്പർ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം തന്നെ പുള്ളി കൂടി ക്ലാസ്സിൽ ചെല്ലുകയാണ്, ആരും എക്സാം എഴുതില്ലേ പേപ്പർ ചേഞ്ച് ആയെന്നും പറഞ്ഞു. അപ്പം നമ്മുടെ ഹാജിരണ്ണം വരുന്നു. എന്നിട്ട് എന്താ കുഴപ്പം, എക്സാം എഴുതിട്ട് എക്സാം കഴിഞ്ഞിട്ടല്ലേ ഇതൊക്കെ പറയാവുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ പുള്ളി പറയുന്നു ഇതെങ്ങനെ ഇങ്ങനെ എക്സാം പേപ്പർ മാറിയെന്ന് അറിയില്ല എന്ന് പറയുന്നു. അപ്പം പറഞ്ഞു ERPBക്ക് അതിനുള്ള അധികാരമുള്ളത് അറിയില്ല എന്ന് ചോദിക്കുന്നു. അപ്പോൾ ERPB അകത്താറുന്നില്ല പിന്നെ എങ്ങനെയാന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ബോങ്ദേനെ എന്തിനാ ട്രാൻസ്ഫർ ചെയ്തതെന്ന് അപ്പോഴാണ് മനസ്സിലാവണം. ശരിക്കും പറഞ്ഞാൽ ആ പേപ്പറിൽ ട്രാൻസ്ഫർ എന്നല്ല എഴുതിയത്, എങ്ങനെ പേപ്പർ മാറ്റണം എന്നുള്ള ഐഡിയ ആണ് ചീഫും ഹാജിനും കൂടെ എഴുതി കൊടുത്തേക്കണേ. അങ്ങനെ ബോങ്ദയാണ് പേപ്പറൊക്കെ സ്വിച്ച് ചെയ്തത്. അങ്ങനെ സാറും അവളുടെ അമ്മയും സംസാരിക്കണമൊക്കെ വോയിസ് റെക്കോർഡും പേപ്പർ മാറ്റിയതും എല്ലാം ഹാജിരണ്ണൻ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നു. അവരുടെ തെളിവുകൾ സഹിതം പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കി. അവസാനം സാറും മൂഞ്ചുന്നു. അങ്ങനെ അവസാനം സാറും പെട്ടു, ആ പെൺകൊച്ചും പെട്ടു. ഇതിനൊക്കെ കാരണം അമ്മയും കൂടെ പെടണം. ഇതിന്റെ ഇടയ്ക്കാണ് ഈ ചീഫ് ഒരു എഡ്യൂക്കേഷൻ മീറ്റിംഗിൽ ഇരിക്കുകയാണ്. എല്ലാവരും കൂടെ ചുറ്റും കൂടിയിരുന്ന് ERPBനെ കുറ്റം പറഞ്ഞ് ചീഫിനെ തിന്നാൻ തുടങ്ങുകയാണ്. കാരണം ഹാജിയും അതാണ് ഇതാണ്, അതേപോലെ ആ വിഷയം ഉണ്ടാക്കി ഈ വിഷയം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത്രയും നേരം മിണ്ടാതിരുന്ന ചീഫ് ഒരു ഫോണിലൊരു മെസ്സേജ് വരുന്നു. മിക്കവാറും മെസ്സേജ് ആ സ്കൂളിൻ്റെ പരിപാടി തീർത്തുന്നതായിരിക്കും. അപ്പം ചീഫ് വാ തുറക്കുന്നു. കാരണം പേപ്പർ ഇതിന് മുമ്പേ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. ഇതിന് കാരണക്കാരനൊരു ടീച്ചറാണെന്നും അതേപോലെ പോപ്പുലറായിട്ടുള്ള കുറേ പേരുടെ പേര് പറയുന്നു. അതിൽ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ഇയാളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ചീഫിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഒരുത്തൻ്റെ മോനും വേണ്ടി പുള്ളിയും ആ പേപ്പർ കട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കട്ടെടുത്തവരുടെ ഒക്കെ പറഞ്ഞ് ആ പെണ്ണുമ്പുള്ളേനെ പൊക്കുന്നു. ഈ പുള്ളീനെ എല്ലാവരും അവിടെ വെച്ച് തന്നെ ആ ബ്യൂറോയുടെ മുമ്പിൽ വെച്ച് തന്നെ എല്ലാവരെയും പിടിക്കപ്പെടുന്നു. എന്നിട്ട് പറയുന്നു തെറ്റ് ചെയ്തവരിപ്പോൾ സ്റ്റുഡൻറ്റ് മാത്രമല്ല ടീച്ചറായാലും ERPB ഇടപെടും. ഞങ്ങളുടെ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ വിക്റ്റിമായിട്ടുള്ളവർ എന്ന് വെച്ചാൽ നിരപരാധിയായിട്ടുള്ളവർക്ക് എത്ര കഷ്ടപ്പെട്ടായാലും നീതി കൊടുത്തിരിക്കണം, അതാണ് ERPBയുടെ ഇതെന്നും പറഞ്ഞ് മാസടിച്ച് നമ്മുടെ ചീഫ് അണ്ണൻ നിൽക്കുകയാണ്. അങ്ങനെ അവസാനം ഹാജിരണ്ണനും ആനി ടീച്ചറും ബോങ്ദേയും കൂടെ ഇറങ്ങുമ്പോൾ ആ പയ്യൻ വന്ന് താങ്ക്സ് പറയുകയാണ്. കാരണം ഇവരില്ലായിരുന്നെങ്കിൽ ആ പയ്യൻ്റെ ലൈഫേ പോയേനെ. അങ്ങനെ താങ്ക്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും തൂക്കി, ആ അമ്മേനെ തൂക്കി, ആ കിളവനെ തൂക്കി, അതേപോലെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആ സാറിനെ തൂക്കി. പുള്ളിയുടെ പേരിലായിരുന്നു ആ സ്കൂൾ തന്നെ. എല്ലാ സാധനവും വലിച്ചു കീറി പുള്ളിയുടെ പേരേ പോയി. അങ്ങനെ പുള്ളീനെ കൂടെ ജയിലിൽ കൊണ്ടുപോയിട്ട് ആ ഇൻഫ്ലുവൻസറിലെ 3rd എപ്പിസോഡിൽ പുള്ളിക്കാരുടെ അടുത്തുകൊണ്ടിരുത്തി. കാരണം പുള്ളിക്കാരിക്ക് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടല്ലോ, നമ്മൾ കണ്ടതാലോ. പുള്ളിക്കാരുടെ വായിലിരിക്കുന്ന തെറിയും കൂടെ പറയുമ്പോഴാണ് ഈ എപ്പിസോഡ് തീരുന്നത്. ഇതിലങ്ങനെ മാരക ഫൈറ്റോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരുന്ന
ഇങ്ങനത്തെ ചില കാര്യങ്ങളും കൂടെ എടുത്തു കാണിക്കുന്നത് നല്ലതായിട്ട് തോന്നി. അങ്ങനെ ഒരു നല്ല എപ്പിസോഡായിരുന്നു ഇതും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല, ലൈക്ക് ചെയ്യാനും. അടുത്ത എപ്പിസോഡ് അടുത്ത നിമിഷത്തിൽ വരുന്നതായിരിക്കും. ശരി എന്നാൽ.